ഗൾഫിൽ അത്യാവശ്യം ജോലിയുള്ള ഒരാൾ അയാളുടെ ഫാമിലിയെ 2 കുട്ടികളുമായിട്ട് ഗൾഫിലെത്തിച്ചു ഫാമിലി വിസയിൽ. മോൾക്ക് 9 വയസ്സ്, മോന് 7 വയസ്സ്. ഇവർക്ക് ഒത്തിരി ഫ്രണ്ട്സുണ്ട്. ഈ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. എല്ലാ വീക്കെൻഡിലും വരും. കാരണം ഇയാളുടെ ഭാര്യയ്ക്ക് നന്നായിട്ട് പാടാനറിയാം, ഡാൻസ് അറിയാം. അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്കും മ്യൂസിക്കിനോട് കമ്പമുള്ളവരാണ്. അപ്പോൾ ഇവരെല്ലാ ദിവസവും അല്ല, എല്ലാ ആഴ്ചയിലും ഇവരൊന്നിച്ച് കൂടിയിട്ട് ഇവർ വീട്ടിൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ ഈ പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിമിർത്ത് ഇങ്ങനെ നടക്കും. ആ സമയത്ത് ഇയാളുടെ ഒരു കൂട്ടുകാരൻ ഈ കൊച്ചിലൊരു കണ്ണ്, 9 വയസ്സുള്ള കുട്ടി, കാണാൻ നല്ല വളർച്ചയും നല്ല സൗന്ദര്യവും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ്. കുട്ടീനെ സ്നേഹപൂർവ്വം മടിയിലിരുത്താനും അവിടെ തടകാനും ഇവിടെ തടകാനും ഉമ്മ വെക്കാനൊക്കെ ശ്രമിക്കും. ഇതൊക്കെ അച്ഛനമ്മയുടെ അമ്മയുടെയും മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ആരും അത്ര കാര്യമാക്കുന്നില്ല. കുട്ടിക്ക് അതൊരു അരോചകമായി തോന്നുന്നുണ്ട്. കുട്ടിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇയാൾ തൊടുന്നതും ഉമ്മ വയ്ക്കുന്നതും തടകുന്നതും ഒന്നും അത്ര ശരിയായ കാര്യത്തിലല്ലെന്നും കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. 9 വയസ്സുള്ള കുട്ടിക്ക് അത്യാവശ്യം അറിവായിട്ടുണ്ട്, പക്വതയുള്ളൊരു കുട്ടിയുമാണ്. അങ്ങനെ കുട്ടി അമ്മയോട് കാര്യം പറഞ്ഞു, ഈ അങ്കിള് ശരിയല്ല, അങ്കിൾ അങ്ങനെ തുടരണം, ഇങ്ങനെ തുടരണം, ഇങ്ങനെ ഉമ്മ വെക്കണം, എനിക്കിഷ്ടമല്ല എന്ന്. ഇപ്പോൾ അമ്മ പറഞ്ഞേ അതൊന്നുമല്ല, അത് മോശമായിട്ടൊന്നും ചെയ്യണമല്ല, അച്ഛൻ്റെ അത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, അത് സ്നേഹപൂർവ്വം ചെയ്യണമാണ്, അത് നീ മോശമായിട്ടൊന്നും ചിന്തിക്കേണ്ട, മോളോടുള്ള ഇഷ്ടം കൊണ്ട് കാണിക്കണത്. കാരണം അമ്മയ്ക്ക് ഡാൻസിലും പിന്നെ പാട്ടിലൊക്കെ ഭ്രാന്ത് കയറിയിട്ട് ഇനിയിപ്പോൾ ഈ പ്രശ്നം പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഈ വിളിക്കലും ഈ കൂടലും ആടലും ഒക്കെ നിന്ന് പോകുമോ എന്നുള്ള ആ ഒരു ഇതിൽ അമ്മ അതിനെ അങ്ങോട്ട് ലാഘവത്തോട് വിട്ടു. ഇതിങ്ങനെ സ്ഥിരമായി. പിന്നെ ഇവർ ഈ എല്ലാ വീക്കെൻഡിലും കൂടൽ പതിവായി. ആ സമയത്ത് ഒരു ദിവസം ഇയാൾ പിന്നെ ആ കുട്ടിയോട് പറയും, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് തരാം. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയപ്പോൾ ഇയാൾ പുറകെ ചെല്ലുകയും കുട്ടീനെ കയറി പിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ കുട്ടി ഒച്ച വയ്ക്കാൻ തുടങ്ങി. പുറത്ത് കേട്ടാൽ എല്ലാവരും ഓടി വരുമല്ലോ. ഈ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും ആട്ടത്തിൻ്റെയൊക്കെ ബഹളത്തിൽ ഇവരിതൊന്നും കേൾക്കുന്നില്ല, കൊച്ചൻ ബഹളം ഇടുന്നത്. അങ്ങനെ കൊച്ചിൻ്റെ വായി ഇയാൾ പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കൊച്ച് ഇയാളുടെ വിരലിൽ അതിശക്തിയായിട്ട് കടിച്ച് വിരൽ മുറിയുമെന്നായപ്പോൾ ഇയാൾ വെടിവെട്ട്. അങ്ങനെ കൊച്ച് ഓടി. ഈ കൊച്ച് ഇവരുടെ ഇടയിൽ കൂടി ഓടിയിട്ടും ഇവർ കാണുന്നില്ല. ഇവർ അത്രയും ആട്ടത്തിൽ തിമർപ്പിൽ നിൽക്കേ. അങ്ങനെ കൊച്ച് കതക് തുറന്ന് ഓടി അടുത്ത വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞ്. അവിടെ ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. അവർ കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്ന് ഡോറിൽ മുട്ടി. അങ്ങനെ എല്ലാവരും കൂടി വന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൊച്ചി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും കൂടി ഇവരോട് ദേഷ്യപ്പെട്ടിട്ട് ഇവരോട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നു പറഞ്ഞിട്ട് കൊച്ചിനകത്ത് കയറ്റി കഥ കടച്ചു. ആ സമയം കൊണ്ട് ഈ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്തു, വേഗം പോലീസിൽ പിന്നെ ഫോൺ ചെയ്തു വിവരം അറിയിച്ച് പോലീസുകാർ വന്ന് അവരുടെ കഥയിൽ മുട്ടി. എല്ലാത്തിനെയും കൂടെ അങ്ങനെ തന്നെ പിടിച്ചു കൊണ്ടുപോയി. പിന്നെ അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാം. കൊച്ചിൻ്റെ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടാകും, അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, അവന് തക്കതായ ശിക്ഷയും കൊടുത്തിട്ടുണ്ടാകും. അത് ഗൾഫ് നാടായതുകൊണ്ട്. ഇനി ഏത് നാട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കളെ, കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഒരാൾ ആവശ്യമില്ലാതെ തൊടുകയും മടിയിലിരുത്തുകയും കളിപ്പിക്കുകയും തടകുകയും മുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അനുവദിച്ച് കൊടുക്കരുത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയൊക്കെ ഒരുപോലെ ഒരു കണ്ണോടുകൂടി കാണുന്ന അതാണ് പല മനുഷ്യരും. നമുക്കൊരു 50-50 വിശ്വസിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവരും നല്ലതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ്. ചിലർ നല്ല മുഖം കാണിച്ചിട്ട് എന്താ പറയുക, ആട്ടുംതോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ ആയിരിക്കും. ഇവരുടെ മനസ്സിലെന്തായിരിക്കും, ഇവരുടെ പ്രവൃത്തി എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞു മക്കളെ നമ്മൾ സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. ഇത് നടന്നൊരു സംഭവമാണ്, ഇത് സത്യമായൊരു കാര്യം കൂടിയാണ്. പിന്നെ അപ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ വന്ന് പറയുമ്പോൾ അതിനെ അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവത്തിൽ നമ്മൾ എടുക്കുക. ചില കുഞ്ഞുങ്ങൾ കള്ളവും പറയും, അങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും ഒരു 80% അത് കറക്റ്റായിരിക്കും. അപ്പോൾ കുഞ്ഞു മക്കൾ അത് വലുതായാലും ചെറുതായാലും മറ്റുള്ളവരുടെ അടുക്കൽ നമ്മൾ അച്ഛനും അമ്മയും നമ്മൾ അത്രയും ബന്ധപ്പെട്ട ആൾക്കാർ ഒഴിച്ച് മറ്റുള്ളവരുടെ അടുക്കൽ സഹവസിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുക. പലരും ഓമനത്വവും അല്ലെങ്കിൽ ഇഷ്ടവും കൊണ്ടായിരിക്കില്ല കുഞ്ഞുങ്ങളോട് അത്രയും അടുപ്പവും ഇതുമൊക്കെ കാണിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക.